ലോകം വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾക്കായി ഒരുങ്ങുകയാണോ? 2027-28 കാലഘട്ടത്തെക്കുറിച്ച് പുറത്തുവരുന്ന ചില പ്രവചനങ്ങൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ലോകം ഒറ്റ ഭരണത്തിന് കീഴിലാകുന്നതും ഉൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് വരാനിരിക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടങ്ങൾക്കിടയിലും ദൈവജനത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ലോകം സമാധാനത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴായിരിക്കും വലിയ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുക. നിലവിലെ ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെ സുഡാൻ, ലിബിയ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടും. റഷ്യയിൽ പുതിയൊരു ഭരണാധികാരി വരികയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ ഭീകരമായ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യും. അമേരിക്കൻ പ്രസിഡന്റിന് നേരെ വീണ്ടും വധശ്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രവചനം. യുദ്ധത്തിൽ മരിച്ചു വീഴുന്നവരെ അടക്കം ചെയ്യാൻ പോലും സ്ഥലമില്ലാതെ തുറസായ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഭയാനകമായ കാഴ്ചകൾ ലോകം കാണാൻ പോവുകയാണ്. നമ്മുടെ രാജ്യത്തും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ത്യയിലെ ഒരു പ്രധാന ഭരണാധികാരിയുടെ പെട്ടെന്നുള്ള മരണം സംഭവിക്കുമെന്നും ലോകം മുഴുവൻ ആ 3 ദിവസത്തെ ദുഃഖാചരണത്തിൽ പങ്കുചേരുമെന്നും പറയപ്പെടുന്നു. കൂടാതെ നമ്മുടെ കറൻസി നോട്ടുകളുടെ രൂപത്തിലും വലിയ മാറ്റങ്ങൾ വരും. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് ചില വലിയ മുന്നറിയിപ്പുകളുണ്ട്. വയനാട് ചൂരൽമലയിൽ കണ്ടതുപോലെയുള്ള വലിയ ദുരന്തങ്ങൾ കേരളത്തിൽ പലയിടത്തും ആവർത്തിക്കപ്പെടും. എന്നാൽ ഈ തകർച്ചകൾക്ക് ശേഷം കേരളം ഒരു പ്രത്യേക രാജ്യത്തെ പോലെ വലിയൊരു ശക്തിയായി ഉയർന്നു വരികയും ഇന്ത്യയിൽ വലിയൊരു ആത്മീയ ഉണർവ് സംഭവിക്കുകയും ചെയ്യും. സാങ്കേതികവിദ്യ മനുഷ്യന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കുന്ന കാലം വിദൂരമല്ല. മനുഷ്യരെല്ലാവരും ഒരൊറ്റ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് കീഴിലാകും. ഇന്റർനെറ്റും മൊബൈൽ യാത്രകളും ഉൾപ്പെടെ എല്ലാം സൗജന്യമായി നൽകി ആളുകളെ ആകർഷിച്ച ശേഷം എതിർ ക്രിസ്തു ഈ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും. മനുഷ്യന്റെ ശരീരത്തിൽ ടാറ്റു വഴിയുള്ള QR കോഡുകൾ വരികയും പുതിയ കറൻസികളിൽ 666 എന്ന അക്കം രേഖപ്പെടുത്തുകയും ചെയ്യും. വീണുപോയ ദൂതന്മാർ മനുഷ്യരൂപത്തിൽ വന്ന് ഭരണകൂടങ്ങളെ സ്വാധീനിക്കും. ജനങ്ങളെ വഞ്ചിക്കാൻ പ്രധാന മതങ്ങളെല്ലാം ചേർന്ന് സൂപ്പർ നാച്ചുറൽ ലൈഫ് എന്ന പേരിൽ ഒരു വ്യാജ വേദപുസ്തകം പോലും അവർ പുറത്തിറക്കും. പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. സൂര്യൻ മറയുകയും ചന്ദ്രൻ പ്രകാശം തരാതിരിക്കുകയും ചെയ്യുന്ന അന്ധകാരം നിറഞ്ഞ നാളുകൾ വരും. എന്നാൽ ദൈവമക്കൾ ഭയപ്പെടേണ്ടതില്ല. കാരണം യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തെത്തിക്കഴിഞ്ഞു. അടഞ്ഞ കല്ലറകൾ തുറക്കപ്പെടുകയും ദൈവജനം മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഈ നാളുകളിൽ നാം കൂടുതൽ പ്രാർത്ഥനയോടെയും പൂർണ്ണ വിശുദ്ധിയോടെയും ജീവിക്കാൻ തയ്യാറാകുക. കൂടുതൽ ആത്മീയ വാർത്തകൾക്കും മുന്നറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.